ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ 2023 എന്ന് പറയുന്ന ഇയർ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ വിചാരിച്ച ഒരു കാര്യവും നമുക്ക് ഈ വർഷം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫെയിലായി കാണും, നമ്മൾ എക്സാംസിൽ ഫെയിലായി കാണും, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഒരുപാട് ടൈം നമ്മൾ വേസ്റ്റാക്കി കാണും. സോ അങ്ങനെയൊക്കെയുള്ള ഒരു മിസ്റ്റേക്ക് 2024 വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വി ഷുഡ് സെറ്റ് സം റെസൊല്യൂഷൻസ് ഫോർ 2024. നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ ഗോൾസൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബിക്കം എ ബെറ്റർ വെർഷൻ ഓഫ് യുവർ സെൽഫ്. ഈ വർഷം നമ്മൾ ചെയ്ത കുറച്ച് മിസ്റ്റേക്സ് കൊണ്ടായിരിക്കും നമുക്ക് എക്സാംസ് ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റാത്തതും നമ്മൾ ഭയങ്കര ലേസി ആയിട്ട് കൂളായിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തതും നമ്മൾ അത്രത്തോളം സീരിയസ് അല്ലാത്തതൊക്കെ നമ്മൾ അത്തരത്തിലൊരു മൈൻഡ് സെറ്റിലായതുകൊണ്ടായിരിക്കും. ബട്ട് 2024 നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ആവാൻ പാടില്ല. സോ ഐ ആം ഗോയിങ് ടു ടെൽ 10 ന്യൂ ഇയർ റെസൊല്യൂഷൻ ഫോർ PSC ആസ്പിരൻസ് ദാറ്റ് യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ഇൻ 2024. ഫസ്റ്റ് വന്നിട്ട് ചെയ്യേണ്ടത് ട്രൈ ടു വേക്ക് അപ്പ് ഇയർലി. നിങ്ങൾക്ക് എത്ര നേരത്തെ എണീക്കാൻ പറ്റുമോ അത്രയും നേരത്തെ എണീക്കാൻ ശ്രമിക്കാം. ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 6 AM ആണ്. രാവിലെ എന്നും 6 മണിക്ക് എണീക്കണം എന്നാണ് ഞാനിപ്പോൾ എൻ്റെ റെസൊല്യൂഷനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രൈ ടു എക്സസൈസ് ഡെയിലി. ഇത് ക്ലീഷയായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും, ബട്ട് അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിത് ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മെൻ്റലി ഫിസിക്കലി ഒക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ 2024 തൊട്ട് എക്സസൈസ് ചെയ്യുന്നത് ഒരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റാം. ഫിസിക്കലി നിങ്ങൾ ഫിറ്റായിരുന്നാലും നിങ്ങൾ മെൻ്റലി ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളൂ, മെൻ്റലി നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഹെൽത്തി ബോഡി അല്ലെങ്കിൽ ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് ചെയ്യാന്നുള്ളതാണ്. എന്താണ് പോസിറ്റീവ് അഫർമേഷൻസ്? നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ നെഗറ്റീവായിട്ട് ആരോടും പറയുകയോ ചെയ്യരുത്. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് യുവർ സെൽഫ്. PSC പഠിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് സെൽഫ് ഡൗട്ട് എന്നുള്ളത്. നമ്മൾ വെറുതെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യും, ചിന്തിച്ച് കൂട്ടും, നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മളിതിന് നമ്മൾ ക്യാപ്പബിൾ ആണോ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് വെറുതെ നമ്മൾ തന്നെ ചിന്തിക്കും. വി കൺസിഡർ അവർ സെൽഫ് ആസ് എ ലൂസർ. ഇവിടെയാണ് പോസിറ്റീവ് അഫർമേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് സംതിങ് വി ഹാവ് ടു ഡു എവറി ഡേ. രാവിലെ മോർണിംഗ് എണീക്കുക, എന്നിട്ട് ഒന്ന് സ്മൈൽ ചെയ്യുക ആൻഡ് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമ്മളെ കൊണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, വി ആർ ഇൻ എ റൈറ്റ് പാത്ത്. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ പറയാം. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. രാവിലെ എണീറ്റുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളോട് തന്നെ ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ പറഞ്ഞു നോക്കുക. അത് തന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദ ബിഗ്ഗസ്റ്റ് അസറ്റ് യു ഹാവ് ഈസ് ടൈം, സോ യൂസ് ഇറ്റ് വൈസ്ലി. നാലാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റിമൂവ് നെഗറ്റീവ് പീപ്പിൾ. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയാനൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. ഈ PSCയിലോട്ട് ഇറങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട്. ഈ PSC അല്ലേ, ഈ കാലത്തൊന്നും കിട്ടാൻ പോകുന്നില്ല, വേറെ പണിക്കും പോയിക്കൂടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. സോ വാട്ട് യു ക്യാൻ ഡു ഈസ് ജസ്റ്റ് ഇഗ്നോർ ദം. ഇങ്ങനെ പറയുന്നവരെയൊന്നും കൂടുതൽ മൈൻഡ് ചെയ്യാതിരിക്കുക. സ്റ്റോപ്പ് പേയിങ് അറ്റൻഷൻ ടു ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അഞ്ചാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ യുവർ ഗോൾസ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് 2024 അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം. ആൻഡ് ആസ്ക് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വാട്ട് ഡു യു വാണ്ട് ടു അച്ചീവ് ആൻഡ് ഹൗ ഡു യു വാണ്ട് ടു അച്ചീവ് ഇറ്റ്. അതായത് വാട്ട് ഡു യു വാണ്ട് ടു അച്ചീവ് എന്നുള്ളതിന് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ LDC 2024 ആണെങ്കിൽ അതൊരു ടാർഗറ്റാക്കി വെക്കാം. ദെൻ ഹൗ ഡു യു വാണ്ട് ടു അച്ചീവ് ഇറ്റ്, നമുക്ക് എങ്ങനെ LDC 2024 ക്രാക്ക് ചെയ്യാം, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് വി ഹാവ് ടു ഡു. ആറാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ബെറ്റർ പീപ്പിൾ. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സക്സസ് ആഗ്രഹിക്കുന്നവരെ മാത്രം കൂടെ കൂട്ടുക, അവരോട് മാത്രം നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതാരായിരിക്കും? ഓഫ്കോഴ്സ് അത് നമ്മുടെ ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. അവരെ മാത്രം നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, ബാക്കി ആരോടും നമ്മളെക്കുറിച്ചൊന്നും പറയാതിരിക്കുക. നമ്മൾ PSC പഠിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും അവരോട് പറയാതിരിക്കുക. ഏഴാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി ലൈക്ക് യു മീൻ ഇറ്റ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക, ടോപ്പിക്സൊക്കെ മനസ്സിലാക്കി പഠിക്കുക, അല്ലാതെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് പഠിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ PSC കോച്ചിങ്ങിന് പോകുന്നവരാണെങ്കിൽ അവിടുത്തെ സാറിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെസ്റ്റിന് നല്ല മാർക്സ് മേടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നവരെക്കാളും നല്ല ബെറ്റർ മാർക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാതിരിക്കുക. അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് PSC എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുക. നമ്മളിപ്പോൾ നമ്മളേതായ ഒരു സ്റ്റഡി പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് പഠിക്കുക, അല്ലാതെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ പഠിക്കാതിരിക്കുക. സ്റ്റഡി ലൈക്ക് യു മീൻ ഇറ്റ്. ഇഷ്ടപ്പെട്ട് പഠിക്കുക, ഇൻട്രസ്റ്റോടെ പഠിക്കുക. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സേവ് മണി. ഇതൊരു പഠിത്തമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാലും നമ്മളേതായ എന്തെങ്കിലും സേവിങ്സ് നമുക്ക് വേണം. ഇപ്പോൾ വീട്ടമ്മമാരായാലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയാലും നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ ഒരു പോക്കറ്റ് മണി നമുക്ക് വേണം. അതിപ്പോൾ ആരെങ്കിലും തരുന്നതായിരിക്കും, അതൊക്കെ നമ്മൾ ലാവിഷായിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാതെ ഒരു സേവിങ്സ് ആയിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ പലർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും. സോ അക്കോർഡിംഗ് ടു യുവർ സിറ്റുവേഷൻ മാനേജ് യുവർ മണി. ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആൻഡ് യുവർ ഗോൾസ്.
നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആവുന്നത് കുറയ്ക്കുക. എന്നിട്ട് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഗോൾസ്, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുക. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി കോൺഫിഡൻറ്റ്. ദർ ഇസ് നോ നീഡ് ടു ഡൗട്ടിങ് യുവർ സെൽഫ്. യു ആർ എ സ്ട്രോങ് പേഴ്സൺ. ആൻഡ് നമ്മളെ ഡൗട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ട്രൈ ടു ബിലീവ് ഇൻ അവർ സെൽഫ്. ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക. നമ്മളെക്കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. ട്രൈ ടു ബി കോൺഫിഡൻറ്റ് ഓൾവേസ്. ഇപ്പോൾ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും ട്രൈ ടു ആക്ട് ആസ് ബി കോൺഫിഡൻറ്റ്. സോ ദീസ് ആർ ദ 10 റെസൊല്യൂഷൻ ഫോർ യു ഗൈസ്. ആൻഡ് ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയാം. ഫസ്റ്റ്, വേക്കപ്പ് ഇയർലി. ആൻഡ് സെക്കൻഡ്, എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ. തേർഡ്, പോസിറ്റീവ് അഫർമേഷൻ. ആൻഡ് ഫോർത്ത്, remove negative people from your life. And fifth, write down your goals. And sixth, surround yourself with better people. And 7, study like you mean it. And 8, save money. 9th, focus on yourself and your goals. And 10th, be confident. ഇതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഫസ്റ്റ്, മേക്ക് എ സ്റ്റഡി പ്ലാൻ. നിങ്ങളിപ്പോൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ലോങ് ടേം സ്റ്റഡി പ്ലാനും ഷോർട്ട് ടേം സ്റ്റഡി പ്ലാനും ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ 2024 ആവാൻ പോവുമല്ലേ, അപ്പോൾ ഇയർലി പ്ലാനും മന്ത്ലി പ്ലാനും വീക്ക്ലി പ്ലാനും ഡെയിലി പ്ലാനും നമുക്ക് സെറ്റ് ചെയ്യണം. കേൾക്കുന്ന ടൈമിൽ നമുക്ക് ഈ പ്ലാനൊക്കെ സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നും. ബട്ട് നമ്മൾ ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഠനം അല്ലെങ്കിൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഓൺ ട്രാക്കിലായിരിക്കും. അതുപോലെ നമുക്ക് കൂടുതൽ വേഗത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഇൻക്രീസ് അവർ പ്രൊഡക്ടിവിറ്റി. ഹൗ ടു സ്റ്റേ പ്രൊഡക്റ്റീവ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. പ്രൊഡക്ടിവിറ്റി ടിപ്സും എങ്ങനെ കുറച്ച് ടൈമിംഗ് കൊണ്ട് കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. സോ ഗൈസ്, ഈ വർഷം നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് 2024 എന്ന് പറയുന്ന ഒരു ഇയർ ഒരു ബെറ്റർ ഇയർ ആക്കി മാറ്റുക. 2024 നിങ്ങൾ കൂടുതൽ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. ഈ ഒരു ഇയർ എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കരിയർ സെറ്റാക്കാനുള്ള ഒരു ഇയർ ആക്കി മാറ്റുക. ഒരുപാട് എക്സാമാണ് 2024 വിളിക്കാൻ പോകുന്നത്. സോ അതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്കതൊക്കെ ക്രാക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ LDC ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ LDC കിട്ടിയില്ലെങ്കിലും അടുത്ത എക്സാമിന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടും. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നത് നമ്മൾ ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും പുതിയ ഹാബിറ്റ്സൊക്കെ ബിൽഡ് ചെയ്തെടുക്കുക, കൂടുതൽ ടൈമിലൊന്ന് പഠിക്കുക, ലേസിനെസ്സൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു വർഷം പഠിക്കാനുള്ളതാണ് എന്നുള്ളൊരു മൈൻഡിലിരുന്ന് പഠിക്കുക. ഈ ഒരു 2024 നിങ്ങളൊരു ബെറ്റർ ഇയർ ആക്കി മാറ്റുക. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമ്മുടെ കരിയറേ സെറ്റ് ആവുകയാണ്. കാരണം ബാക്കിയുള്ള ലോങ് ടൈം നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. സോ അതൊക്കെ ഒന്ന് മൈൻഡിൽ കണ്ടുകൊണ്ട് ഇരുന്ന് പഠിക്കുക. നിങ്ങൾ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആൻഡ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.